എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കൊലപാതക രാഷ്ട്രീയമാണ്. കൊര അല്ലെങ്കിൽ കൊര എന്ന് വേണേൽ പറയാം. ഈ ഒരു വാക്ക് പൊതുവിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇതിലെനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള വാക്ക് ശരിയായൊരു പ്രയോഗമല്ല. കാരണം രാഷ്ട്രീയവും കൊലപാതകവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്ന രണ്ട് കാര്യങ്ങളല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട്, ഒരു അപരനോടോ അന്യനോടോ ഉള്ള ഒരു നിലപാടാണ്. അതായത് അവനെ സഹജീവിയായിട്ട് കാണാനായിട്ടുള്ള ഒരു ജാഗ്രത, ഒരു കരുതൽ, ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ വികസനവും ടോളറൻസും വിദേശ നയവും എല്ലാം വരുന്നത് അങ്ങനെയാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ കൊലപാതകത്തിന് യാതൊരു സ്ഥാനമില്ല, ഹിംസയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ കൊലപാതകമാണ്. ഇവിടെ രാഷ്ട്രീയമാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടേം തന്നെ വെറുതെ ഉത്തരവാദിത്വരഹിതമായി ഉപയോഗിക്കുന്നു എന്നുള്ള വാദമാണ് ഞാൻ ആദ്യമേ ഉന്നയിക്കുന്നത്. ഇത് രണ്ടും പൊരുത്തപ്പെടുന്ന രണ്ട് കാര്യങ്ങളല്ല. മാത്രമല്ല, നമ്മളെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവയാണ്. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് പാർട്ടികളിൽ പെട്ട രണ്ടുപേര് പരസ്പരം കൊല്ലുകയും തിരിച്ചു കൊല്ലുകയും ഇങ്ങനെ അവരെ സ്കോർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു CPM-കാരൻ RSS-കാരനെ കൊല്ലുന്നെങ്കിൽ RSS-കാരൻ്റെ അഖണ്ഡ ഭാരതമോ ദേശീയതയോ പാകിസ്ഥാനെതിരെയുള്ള മുദ്രാവാക്യങ്ങളോ ഒക്കെ കണ്ട് കലിപ്പ് കയറിയൊന്നും അല്ല CPM-കാരൻ RSS-കാരനെ കൊല്ലുന്നത്. കാരണം RSS-കാരൻ്റെ അജണ്ട എന്താണ്, മാനിഫെസ്റ്റോ എന്താണെന്ന് RSS-കാരൻ തന്നെ അറിയില്ല. ഇനി തിരിച്ച് RSS-കാരൻ CPM-കാരനെ കൊല്ലുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിച്ചിട്ടോ സോഷ്യലിസത്തിൻ്റെ അനർത്ഥങ്ങൾ പഠിച്ചിട്ടോ അതേപോലെയുള്ള സംഗതികൾ അറിഞ്ഞിട്ടോ ഒന്നും അല്ല. അവനും അറിയില്ല ഇതെന്താ സാധനമൊന്നും, CPM-കാരനും അറിയില്ല. ഇപ്പോൾ ഈ ഐഡിയോളജിയോ രാഷ്ട്രീയ വീക്ഷണമോ രാഷ്ട്രീയ ദർശനമോ രാഷ്ട്രീയ സങ്കല്പങ്ങളോ ഒന്നും അല്ല ഈ കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നത്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല. പച്ചക്കുതിരയിലെ കുതിരയാണ് രാഷ്ട്രീയ കൊലപാതകത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് കേരളം കണികൊണ്ട് ഉണരുന്ന തിന്മ. പല ദിവസവും പത്രങ്ങളിൽ നോക്കുമ്പോൾ, TV-കളിൽ നോക്കുമ്പോൾ ആദ്യത്തെ പേജിൽ നമ്മൾ കണ്ട് വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ചിത്രങ്ങളാണിത്. മനുഷ്യർ കൊല്ലപ്പെടുന്നു, അവരുടെ ബന്ധുക്കൾ, ഭാര്യയാകാം, സഹോദരിയാകാം, മകളാകാം, അല്ലെങ്കിൽ അച്ഛനാകാം, മകനാകാം. ഇവരിങ്ങനെ അലമുറയിടുന്നു. ആ പടം എടുത്ത് വളരെ വിശാലമായി കൊടുക്കുകയും നമ്മൾ അന്നത്തെ വാർത്തയായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് കേരളത്തിലെ ഒരു ആചാരം എന്നുള്ള രീതിയിൽ ഇത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരം ചിത്രങ്ങൾ. നമുക്ക് വളരെ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾക്കും ഈ കാണിക്കുന്ന എനിക്കും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിക്കിപീഡിയ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കൊലപാതക രാഷ്ട്രീയം, കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനം ഡേറ്റ ഉണ്ട്. അതിലൊരു ഡേറ്റയാണ് ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം. ജസ്റ്റ് ഫോർ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാത്രം എടുത്തുന്നേ ഉള്ളൂ. അത് കുറേ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കക്ഷികൾ ആരാണ് പ്രതിസ്ഥാനത്ത്, ആരാണ് കൊന്നത്, ആരാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചൊരു ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റുകൾ തമ്മിൽ പൊരുത്തപ്പെടില്ല. ആ ലിസ്റ്റുകളെല്ലാം കൂടെ നമ്മളൊന്ന് തട്ടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഒരു 3 ആളുകളെങ്കിലും കൊല്ലപ്പെടണം. അത്രമാത്രം സ്വന്തം പാർട്ടിക്കാർ കൂടുതൽ കൊല്ലപ്പെട്ടു എന്ന് വാദിക്കുന്നവരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ. അപ്പം ഇതിനകത്ത് ഈ ഒരു എൻലിസ്റ്റിംഗ് ആണ് ഇതിനകത്ത് കാണുന്നത്. 134 ആയിട്ട് ഒരാളെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 134 കൊലപാതകങ്ങളാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ മാത്രം നടന്ന ഒരു ജില്ലയിൽ. അത് എക്കണോമിക് ടൈംസിലേക്ക് വരുമ്പോൾ 186 കൊലപാതകങ്ങളാകും. ഓരോരുത്തരും ഇങ്ങനെ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ ഡേറ്റ കാണിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇരവാദമാണ്. തങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് തങ്ങളെ കൂടുതൽ അനുഭാവത്തോടെ നിങ്ങൾ കാണണം എന്നുള്ളത്. ഇത് കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ ബോംബ് നിർമ്മാണം പോലെയുള്ള സുകുമാര കലകൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ബോംബ് ഉണ്ടാക്കുമ്പോൾ കൊല്ലപ്പെട്ടു, ബോംബ് കയ്യിലിരുന്ന് പൊട്ടി കൊല്ലപ്പെട്ടു, ബോംബിന് ഉമ്മ കൊടുക്കുമ്പോൾ ബോംബ് പ്രതിഷേധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല പല വാർത്തകൾ നമ്മൾ വരാറുണ്ട്. അതിനകത്ത് BJP-കാരുണ്ടാവാം, CPM-കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതൊരു കേരളത്തിൻ്റെ തനതായ ഇൻഡസ്ട്രി ഏതെന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ പലരും ഉയർത്തി കാണിക്കുന്ന ഇതാണ് കാര്യം. ബാക്കി ഇൻഡസ്ട്രിയും കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട്
ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ബോംബ് നിർമ്മാണം. പക്ഷെ അതിനകത്തൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണല്ലോ ഈ കയ്യിലിരുന്ന് പൊട്ടുന്നതും എല്ലാം അബോർട്ടഡ് ആയി പോവുകയൊക്കെ ചെയ്യുന്നത്. നമ്മളുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് ഹിംസാത്മകമാകുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും അക്രമങ്ങളിലും ഒക്കെ അവസാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഇത് യഥാർത്ഥ രാഷ്ട്രീയമല്ല, യഥാർത്ഥ രാഷ്ട്രീയം ഇങ്ങനെയല്ല. പക്ഷേ സംഗതി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ്. അവർ യൂണിഫോം ഒക്കെ ആയിട്ട് നടക്കുന്നു, വൈറ്റ് ആൻഡ് വൈറ്റും അല്ല മറ്റേ സെറ്റപ്പൊക്കെ ആയിട്ട് നടക്കുന്നതല്ലാതെ പിന്നെ അവർ വെട്ടുന്നില്ല, കുത്തുന്നില്ല, ബോംബെറിയുന്നില്ല എന്നുള്ളതും ശരിയാണ്. കാര്യം അവർ ഇപ്പോൾ അതിനുള്ള സമയമില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവരുടെ നിലപാടുകളും സ്റ്റാൻഡുകളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പക്ക ഇത് തന്നെയാണ്. നോക്കുക, ഞാൻ കുറേ പ്രസ്താവനകൾ, അടുത്തിടെ ഇറങ്ങിയ കുറേ പ്രസ്താവനകൾ ഞാൻ ആ ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്താണ്, ഒരാൾ പറയുന്നു KSEB ചെയർമാനെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഞാൻ അങ്ങ് വീട്ടിൽ വരാം എന്നാണ് പറയുന്നത്. വീട്ടിൽ വന്ന് ശരിയാക്കാൻ അറിയാം എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സിലബസാണിത്. വേറൊരാൾ പറയുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ KV തോമസിനെ തൊട്ടു നോക്കൂ. എന്തിനാണെന്ന് എനിക്കറിയില്ല, അല്ലെ സലീംകുമാർ പറഞ്ഞ എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ CPM കണ്ണൂരിൽ തിരിച്ചടിക്കും. വേറൊരാൾ കല്ല് പറിക്കുമ്പോൾ പല്ല് പോകാൻ സൂക്ഷിക്കുക, തറവാട്ട് സ്വത്തല്ല. ഇതൊക്കെ ഒരു തഗ്ഗാണ്, ഇതെല്ലാം ഫയറാണ്. ഈ സാധനത്തിനാണ് വില. കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. മര്യാദ ഉള്ളവന് യാതൊരു മാനവും ഇല്ലാത്ത അവസ്ഥയാണ്. മിതമായി സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഫാക്റ്റുകൾ പറയുകയും ചെയ്യുന്ന ഒരാളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ കേരള രാഷ്ട്രീയത്തിലുണ്ട്. നിങ്ങളൊരു നിയമസഭയിലെ ഒരു പ്രസംഗം തന്നെ നോക്കുക, ചുമ്മാതെ കുറേ ഇങ്ങനെ ദാഷ് പോലെ ഇങ്ങനെ വാരി വലിച്ച് റെട്ടറിക്കലായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെയാണ് പ്രാസംഗികർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഒരു പ്രാസംഗത്തിന് കൃത്യമായ തുടക്കവും മധ്യവും അതിൻ്റെ കൺക്ലൂഷനും ഒക്കെ വെച്ച് ഫാക്റ്റുകൾ നിരത്തി തെളിവുകൾ നിരത്തി യുക്തിസഹമായി സംസാരിക്കുന്നവരൊന്നും പ്രാസംഗികരാണെന്നല്ല അവർ വിളിക്കുന്നത്. അവർ ഇത്ര തണുപ്പനാണ്, പോരാ എന്നൊക്കെയാണ് പറയുന്നത്. പ്രസംഗത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ബോധം തന്നെ അങ്ങനെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രസംഗം എന്ന് വിളിക്കുന്ന പലതും പ്രസംഗങ്ങളേ അല്ല. അതൊക്കെ എനിക്ക് വേറെ പദങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഒരു പ്രശ്നം ടെമ്പറാമെന്റലി നമ്മുടെ സമൂഹത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൊലപാതകം 2009 വർക്കല നടന്ന ഒരു കൊലപാതകം. ഞങ്ങളൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്തൊരു ഓർമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് പലപ്പോഴും ഈ കണ്ണൂരിലെ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് കൂടി വരുമ്പോൾ ഈ സ്കോർ നോക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പത്രമാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിവരം അറിയാനായിട്ടുള്ള മാർഗം. പത്രം വരുമ്പോൾ ആളുകൾ ചോദിക്കും ഇന്ന് എത്ര സ്കോർ എന്ന് ചോദിക്കും. സർക്കാസ്റ്റിക്കായിട്ട് ചോദിക്കുന്നതാണ് കണ്ണൂര്. കാരണം 2 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് 2 പേരെ കൊല്ലണം. ഇപ്പം 4-2 5-3 എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷ് ട്രോഫിയിലെ കേരളത്തിൻ്റെ ഗോൾ നില പോലെയൊക്കെയാണ് അന്ന് ആളുകൾ കാര്യം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ അക്രമ സമരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ വെട്ടി ഇട്ടിരിക്കുന്ന പടങ്ങളാണ് ഫ്രണ്ട് പേജിൽ മാതൃഭൂമിയുടെയും കേരളാമതിയുടെയും മനോരമയുടെയും ഒക്കെ വരിക. അപ്പോൾ അത് അനുബന്ധിച്ചുള്ള വാർത്ത വായിക്കാൻ ആള് അതിൽ ഉൾപ്പെട്ടവരെ വീരാരാധനയോടെ കാണുന്നു. അത് പ്രധാനപ്പെട്ട സംഭവമായി മാറുന്നു. കാര്യം കൊലപാതകങ്ങൾ കേരളത്തിൽ ഒരുപാട് നടക്കാറുണ്ട് അല്ലേ? തട്ടിക്കൊണ്ടുപോലും കൊലപാതകങ്ങളും എല്ലാം നടക്കാറുണ്ട്. ഒരു ദിവസം എത്രയോ എവിടെയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവിടെ ഹർത്താൽ ഉണ്ടാവുന്നു, വാർത്തയാവുന്നു, ഫ്രണ്ട് പേജിലെത്തുന്നു, ആകെ പ്രശ്നമാവുന്നു, പാർലമെന്റിൽ ബഹളം. സോ ഇതിനൊരു വളരെ അനർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം കിട്ടാറുണ്ട്. അതിൽ ഉൾപ്പെട്ടവർക്കും അവരുടെ പ്രസ്താവനകൾ നിങ്ങൾ തിരിച്ചടിക്കും. കൊലപാതകമല്ല വിഷയം. അപ്പോൾ അതിനുപരിയായിട്ടുള്ളൊരു വിഷയം അവിടെയുണ്ട്. ഇവിടെയാണ് DHRM എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പുതുതായിട്ട് വന്നൊരു സംഘടനയാണ്. 21ാം നൂറ്റാണ്ടിലാണ് സംഘടന എന്തായാലും ഞാൻ കാണുന്നത്. അത് ഈ ദളിത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അത് അവർ നിഷേധിക്കുന്നുണ്ട്. അന്നത്തെ വാർത്തകൾ അങ്ങനെയായിരുന്നു. ഒരു ദിവസം രാവിലെ ഈ കാണുന്ന ഈ മനുഷ്യനെ അദ്ദേഹം രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ DHRMൻ്റെ പ്രവർത്തകർ ഇത് അവർ നിഷേധിക്കുന്നുണ്ടാവും. ഇപ്പോൾ കേസ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. 2022 ആവുമ്പോൾ ആദ്യം ഒന്ന് ശിക്ഷിച്ചു, പിന്നെ വെറുതെ വിട്ട കേസാണ്. ഇപ്പം ആദ്യത്തെ കേസ് ഇതായിരുന്നു. DHRMൻ്റെ പ്രവർത്തകർ ഈ വൃദ്ധനെ വെട്ടി, വേറൊരാളെയും വെട്ടി, ഇദ്ദേഹം മരിച്ചു. എന്തിനാ വെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓളം ഉണ്ടാക്കാൻ വെട്ടിയതാണ് എന്നാണ്. അതായത് ഒരാളെ വെട്ടുക, കൊല്ലുക, അങ്ങനെ സംഘടനയുടെ പേര് അറിയപ്പെടും. പോലീസിൻ്റെ കുറ്റാരോപണമായിരുന്നു.
പിന്നെ നമുക്ക് കോടതിയിൽ നമുക്കറിയാം തെളിവും അതും ഇതൊക്കെ ശരിയാകാതെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ ആ ഒരു കൊലപാതകത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പത്രഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓളം ഉണ്ടാക്കുക, മനസ്സിലായല്ലേ? ഒരു കൊലപാതകം നടത്തി സംഘടനയ്ക്ക് പേരുണ്ടാക്കുക. അപ്പോൾ ഒരു വളരെ കൃത്യമായൊരു കാര്യമാണ്, ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് പെട്ടെന്ന് എത്ര കിലോ വാട്ടിൻ്റെ പബ്ലിസിറ്റിയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നൽകുന്ന ഒരു സമൂഹം, അല്ലെ കൊടുക്കുന്ന ഒരു സമൂഹം, വാങ്ങാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. ഇതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ സൂചിപ്പിച്ചത്. അതിപ്പോൾ 2022 6 പ്രതികളെയും വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. 2009 നടന്ന കാര്യമാണ്, 13 വർഷമായി. ഒരു കൊലപാതകത്തിന് വേണ്ടി ഒരു കൊലപാതകം, ജസ്റ്റ് ഫോർ എ ഹൊറർ എന്ന് ഞാൻ പല വേദികളിലും പറയാറുണ്ടെങ്കിലും ഇതേപോലെ അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ വളരെ പരിചയപ്പെട്ട ഒരു കൊലപാതകമാണ്. നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തില്ലായിരിക്കും, പക്ഷേ രാഷ്ട്രീയ കൊലപാതകത്തിൽ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെയും ആ ലിസ്റ്റിൽ പെടുത്താനാണ് എനിക്ക് ആഗ്രഹം. കേരളത്തെ മൊത്തത്തിൽ ഒന്ന് സൈസാക്കി എടുത്ത ഒരു വെട്ടായിരുന്നു ജോസഫ് മാഷിൻ്റെ കൈവെട്ട്. അതിനുശേഷം കേരളം നെവർ ദ സെയിം ആഫ്റ്റർ ദാറ്റ്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉങ്കിലികൾ, അല്ലേ, ഉങ്കിലി എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ, അത് ചലിക്കുമ്പോഴും നിങ്ങളുടെ പേന നീങ്ങുമ്പോഴും ഒക്കെ ഒരു പിടുത്തം വരുന്നുണ്ടെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു പിടുത്തമാണത്. ഇതിനൊക്കെ വളരെയധികം ട്രമേഴ്സ് ഉണ്ട്, വേവ്സ് പോലെ സഞ്ചരിക്കും. നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ കവിതയിലും നിങ്ങളെടുക്കുന്ന ഒരു സിനിമയിൽ ഒരു സീൻ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഇത്തരം സംഭവങ്ങൾ വളരെ നിർണായകമായിട്ടുണ്ട്. ഒരു കഥാപാത്രം എന്ത് ഡയലോഗ് പറയണം. അപ്പം അങ്ങനെ ഒരു സംഭവമായിരുന്നത്. കൊന്നോന്ന് ചോദിച്ചാൽ കൊന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി കഷ്ടമായി. കൈ വെട്ടി മാറ്റി, ഭാര്യ ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞ മറ്റൊരു സംഭവം കൂടി ഞാൻ കേരളത്തിൽ അധികം നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഫറൂഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തമിഴ്നാട്ടിലായിരുന്നു. കടവുളില്ലേ എന്നുള്ള സ്റ്റാൻഡ് എടുത്തു, മകളെ കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് വെച്ചു. കടവുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ജനകീയനായിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളി ഇല്ല എന്ന് പറഞ്ഞാണ്. പുള്ളി ഇല്ല എന്ന് പറഞ്ഞതിന് അവനെ കൂട്ടുകാരെല്ലാം കൂടെ, ഈ നിൽക്കുന്ന കൂട്ടുകാരിൽ പലരും അതിനകത്തുണ്ടായിരുന്നു, വിളിച്ചുകൊണ്ട് പോയി വെട്ടിക്കൊല്ലുകയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഈവൻ ദോ അത് റിലീജിയസ് ഫ്യൂറിയാണ് എന്ന് പറയുമ്പോഴും അതൊരു പൊളിറ്റിക്കൽ